കോട്ടയം പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളിയിലെ അസിസ്റ്റന്റ് വികാരിയായ ഫാദർ ജോസഫ് ആറ്റുചാലിനെതിരെയാണ് ഒരു കൂട്ടം യുവാക്കളുടെ ആക്രമണം ഉണ്ടായത്. മിഥുൻ അയ്യപ്പനാണ് വിശദാംശങ്ങൾ തന്നുകൊണ്ടിരുന്നത്. ഒരിക്കൽ കൂടി മിഥുൻ ചേർന്നുണ്ട്. മിഥുൻ, തുടരാം. പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളിയുടെ മുറ്റത്താണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. പള്ളിയുടെ മുറ്റത്ത് ഏതാണ്ട് 6ഓളം ബൈക്കുകളും അതുപോലെ തന്നെ കാറിലുമായി എത്തിയ ഒരു സംഘം യുവാക്കൾ ബൈക്കിൽ അഭ്യാസ പ്രകടനം നടത്തിയിരുന്നു. ഇത് തടയാനാണ് അസിസ്റ്റന്റ് വികാരിയായിട്ടുള്ള ഫാദർ ജോസഫ് ആറ്റുചാൽ ശ്രമിച്ചത്. ഇതോടെ യുവാക്കളുമായി വാക്കേറ്റം ഉണ്ടാവുകയും തർക്കം ഉണ്ടാവുകയും ചെയ്തു. ഈ യുവാക്കൾ വൈദികന് നേരെ ബൈക്ക് ഉപയോഗിച്ച് ഇടിച്ചു വീഴ്ത്തുകയാണ് ഉണ്ടായത്. ഇപ്പോൾ കൈക്കും തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. വൈദികനെ അവിടുത്തെ സ്വകാര്യ ആശുപത്രിയിൽ മാർസ്ലീവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സാരമായിട്ടുള്ള പരിക്കുകൾ ഇല്ല, പക്ഷേ എന്നിരുന്നാലും വിശ്രമം നിർദ്ദേശിച്ചിരിക്കുന്നു എന്നാണ് വിവരം അറിഞ്ഞിട്ടുള്ളത്. ഇതിനിപ്പോൾ അവിടേക്ക് BJP അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ ഇത്തരത്തിൽ വൈദികനെ ആക്രമിച്ച അക്രമികളെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രദേശത്തെ ലഹരി സംഘമാണ് ഇതിന് പിന്നിലെന്നുള്ള ആരോപണവും ഉയർത്തുന്നുണ്ട്. ഏതായാലും പോലീസ് ഇപ്പോൾ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. കൂടുതൽ പോലീസ് നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ അക്രമികളെ പിടികൂടണമെന്നുള്ള ആവശ്യം ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. വൈദികൻ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മിഥുൻ, അതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ ഒരു അന്വേഷണം ഇനിയിപ്പോൾ പുരോഗമിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് ഇത്തരത്തിലുള്ള ആക്രമണം ഒരുപക്ഷെ നേരത്തെയും ആ ഒരു പ്രദേശത്ത് ഉണ്ടായോ എന്നുള്ള കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഇനി ആരംഭിക്കുന്ന അന്വേഷണത്തിന്റെ പരിധിയിൽ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. കാരണം ഏതെങ്കിലും തരത്തിൽ ഈ പള്ളിയുടെ മുമ്പിൽ ഒരു തരത്തിലും ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ അനുവദിക്കില്ല എന്നുള്ള രീതിയിലാണ് ഈ അസിസ്റ്റന്റ് വികാരിയായിട്ടുള്ള ഫാദർ ജോസഫ് ആറ്റുചാൽ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തീർച്ചയില്ല. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ പ്രകോപനത്തിന്റെ ഭാഗമായിട്ടാണോ യുവാക്കൾ അവിടെ എത്തിയത് എന്നുള്ളതെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തു വരേണ്ടതാണ്. ഏതായാലും ഇപ്പോൾ പള്ളിക്ക് മുമ്പിലെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ആരൊക്കെയാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയത് എന്ന് കണ്ടെത്താനാണ് ശ്രമം. ഒപ്പം തന്നെ ഇതോടകം തന്നെ ഒരു ലഹരി മാഫിയ സംഘങ്ങളാണ് ഇതിന് പിന്നിൽ എന്നുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട്. അതും കൂടി അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട്. വൈദികന്റെ ആരോഗ്യനില സംബന്ധിച്ച് ഇപ്പോൾ പ്രശ്നങ്ങളില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷെ എന്നിരുന്നാലും കൈക്കും തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. ആശുപത്രിയിൽ ചികിത്സയിലാണ്. അന്വേഷണം ശക്തമായി തന്നെ നടക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ പോലീസ് സംഘം ഇപ്പോൾ പള്ളിക്ക് മുമ്പിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ PC ജോർജ് അടക്കമുള്ള സ്ഥലത്തെ പ്രധാന നേതാക്കളും സ്ഥലത്തെത്തി വൈദികന് പിന്തുണ അർപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യനില സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം. വ്യക്തമാണ്. കോട്ടയം പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളിയിലെ അസിസ്റ്റന്റ് വികാരിയായ ഫാദർ ജോസഫ് ആറ്റുചാലിനെതിരെയാണ് യുവാക്കളുടെ ആക്രമണമുണ്ടായത്. പള്ളി കോമ്പൗണ്ടിൽ ബൈക്കിലെത്തിയ സംഘം അഭ്യാസ പ്രകടനം നടത്തിയ യുവാക്കളാണ്. അവരെ തടഞ്ഞതുകൊണ്ടാണ് ഈ ഒരു ആക്രമണം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്. ഇപ്പോൾ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ പോലീസും അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. മിഥുൻ അയ്യപ്പനാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.